ശുക്ലാംബരധരം വിഷ്ണും ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേത് സർവവിഘ്നോപശാന്തയേ. വെളുത്ത വസ്ത്രം ധരിച്ചവനും സർവവ്യാപിയും ചന്ദ്രൻ്റെ ശോഭയുള്ള നിറത്തോടു കൂടിയവനും 4 കൈകളുള്ള പ്രസന്നഭാവത്തോടെ ഇരിക്കുന്ന ആ മഹാവിഷ്ണുവിനെ എല്ലാ വിഘ്നങ്ങളുടെയും നാശത്തിനായി ഞാൻ ധ്യാനിക്കുന്നു. ഭാവാർത്ഥം: ഓം നമോ ഭഗവതേ വാസുദേവായ. വിഷ്ണു സഹസ്രനാമം. വന്ദന ശ്ലോകം 1. ശുക്ലാംബരധരം വിഷ്ണും ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേത് സർവവിഘ്നോപശാന്തയേ. ഭഗവാൻ വെളുത്ത വസ്ത്രമാണ് ധരിച്ചിരിക്കുന്നത്. അതായത് ഭഗവാൻ സാത്വിക ഭാവത്തിലാണ് ഇരിക്കുന്നത്. വെളുത്ത വസ്ത്രം എന്നത് പ്യൂരിറ്റിയെ കാണിക്കുന്നു. എങ്ങും നിറഞ്ഞു നിൽക്കുന്നത് കൊണ്ട് വിഷ്ണു എന്ന് അറിയപ്പെടുന്നു. ചന്ദ്രനെ പോലെ ശോഭിക്കുന്ന ഭഗവാന് അപ്പോൾ ചന്ദ്രൻ്റെ ആ ഒരു കുളിർമയും ഭഗവാന്റെ ശോഭയും അതിൽ വ്യക്തമാകുന്നു. 4 കൈകളാണുള്ളത്. പ്രസന്നവദനം, അതായത് എപ്പോഴും പുഞ്ചിരിച്ചു കൊണ്ടിരിക്കുന്ന ഭഗവാനെയാണ് നമുക്ക് കാണാൻ പറ്റുക. എന്തൊക്കെ സംഭവിച്ചാലും ഭഗവാന്റെ ആ വദനത്തിലെ പ്രസന്നത മാറുന്നില്ല. അപ്പോൾ വിഷ്ണു സഹസ്രനാമം പഠിക്കുമ്പോൾ ഒരു ഭക്തനും ഇങ്ങനെ ആയിത്തീരണം. അതാണ് ഈ ആദ്യ ശ്ലോകം കൊണ്ട് തന്നെ അർത്ഥമാക്കുന്നത്. അങ്ങനെയെല്ലാമുള്ള ആ മഹാവിഷ്ണുവിനെ സർവ്വവിഘ്നങ്ങളുടെയും ഉപശാന്തിക്കായി പ്രാർത്ഥിച്ചു കൊള്ളുന്നു. സാധാരണയായി വിഘ്ന നിവാരണത്തിന് നമ്മൾ ഗണപതിയെയാണ് സ്മരിക്കുക. സഹസ്രനാമത്തിലെ ഈ ആദ്യ ശ്ലോകം തന്നെ ഹരിനാമ കീർത്തനത്തിലെ ഒന്നായ നിന്നൈഹ എന്ന് തുടങ്ങുന്ന ശ്ലോകം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഈശ്വരൻ ഒന്നേ ഉള്ളൂ എന്നും ഒരു ഭക്തൻ ഒന്നാമതായി മനസ്സിൽ ഉറപ്പിക്കേണ്ടത് അതാണ് എന്നും ഇവിടെ നാം ഓർക്കണം. ഒരേ ഒരു വ്യക്തി തന്നെ മകളായും സഹോദരിയായും ഭാര്യയായും അമ്മയായും ഓരോ ആളിനും അനുഭവപ്പെടുന്നത് പോലെ ഒരേ ഒരു ചൈതന്യം സൃഷ്ടി നടത്തുമ്പോൾ ബ്രഹ്മാവ് ആയും സ്ഥിതി സംരക്ഷകനായിരിക്കുമ്പോൾ വിഷ്ണുവായും സംഹാര സമയത്ത് രുദ്രനായും ഭവിക്കുന്നു. ശുക്ലാംബരധരം വിഷ്ണും ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേത് സർവവിഘ്നോപശാന്തയേ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശുക്ലാംബരധരം വിഷ്ണും ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേത് സർവവിഘ്നോപശാന്തയേ. നമോ ഭഗവതേ വാസുദേവായ.